ജെറമിയ അധ്യായം 41. അതേ വർഷം 7-ാം മാസം എലീഷാമായുടെ മകനായ നെത്താനിയായുടെ പുത്രനും രാജവംശജനും രാജാവിന്റെ സേവക പ്രമുഖരിൽ ഒരുവനുമായ ഇസ്മായേൽ 10 ആളുകളെയും കൂട്ടിക്കൊണ്ട് മിസ്പായിൽ അഹിക്കാമിന്റെ പുത്രൻ ഗദാലിയായുടെ അടുത്ത് ചെന്നു. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്മായേലും കൂടെയുണ്ടായിരുന്ന 10 പേരും എഴുന്നേറ്റ് ഷാഫാന്റെ പുത്രനായ അഹിക്കാമിന്റെ പുത്രനും ബാബിലോൺ രാജാവ് ദേശത്തിന്റെ ഭരണാധികാരിയായി നിയമിച്ചവനുമായ ഗദാലിയായെ വാൾ കൊണ്ട് വധിച്ചു. ഗദാലിയായോടൊപ്പം അവിടെയുണ്ടായിരുന്ന എല്ലാ യഹൂദരെയും കൽദായ യോദ്ധാക്കളെയും ഇസ്മായേൽ സംഹരിച്ചു. ഗദാലിയായെ വധിച്ചതിന്റെ പിറ്റേ ദിവസം അത് പരസ്യമാകുന്നതിനു മുൻപ് ഷെക്കേം, ഷീലോ, സമരിയ എന്നിവിടങ്ങളിൽ നിന്ന് 80 പുരുഷന്മാർ മുഖം ക്ഷൗരം ചെയ്തും വസ്ത്രങ്ങൾ കീറിയും ശരീരത്തിൽ മുറിവേൽപ്പിച്ചും കർത്താവിന്റെ ആലയത്തിൽ കാഴ്ചകളും ധൂപവും സമർപ്പിക്കാൻ വന്നു. നെത്താനിയായുടെ പുത്രൻ ഇസ്മായേൽ മിസ്പായിൽ നിന്ന് അവരെ എതിരേൽക്കാൻ വിലപിച്ചു കൊണ്ടുവന്നു. അവരെ കണ്ടപ്പോൾ അഹിക്കാമിന്റെ പുത്രനായ ഗദാലിയായുടെ അടുത്തേക്ക് വരുവിൻ എന്ന് പറഞ്ഞു. അവർ നഗരത്തിലെത്തിയപ്പോൾ നെത്താനിയായുടെ മകൻ ഇസ്മായേലും കൂടെ ഉണ്ടായിരുന്നവരും ചേർന്ന് അവരെ വധിച്ച് ഒരു കിണറ്റിൽ എറിഞ്ഞു കളഞ്ഞു. എന്നാൽ അവരിൽ 10 പേർ ഇസ്മായേലിനോട്, ഞങ്ങളെ കൊല്ലരുത്, ഞങ്ങൾ ഗോതമ്പ്, ബാർലി, എണ്ണ, തേൻ എന്നിവ സംഭരിച്ച് വയലിൽ ഒളിച്ചു വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനാൽ അവൻ അവരെ മറ്റുള്ളവരോടൊപ്പം വധിച്ചില്ല. ഇസ്മായേൽ കൊന്നവരുടെ ശരീരങ്ങൾ വലിച്ചെറിയപ്പെട്ട കിണർ ഇസ്രായേൽ രാജാവായ ബാഷായെ ഭയന്ന് ആസാ രാജാവ് സ്വരക്ഷയ്ക്ക് വേണ്ടി നിർമ്മിച്ചതായിരുന്നു. നെത്താനിയായുടെ മകനായ ഇസ്മായേൽ അത് മൃതദേഹങ്ങൾ കൊണ്ട് നിറച്ചു. അതിനുശേഷം അവൻ മിസ്പായിൽ അവശേഷിച്ച എല്ലാവരെയും, രാജകുമാരികളെയും സേനാനായകനായ നെബുസരദാൻ അഹിക്കാമിന്റെ മകനായ ഗദാലിയായെ ഏൽപ്പിച്ചവരിൽ അവശേഷിച്ചവരെയും തടവുകാരാക്കി അമ്മോന്യരുടെ അടുക്കലേക്ക് പുറപ്പെട്ടു. നെത്താനിയായുടെ മകൻ ഇസ്മായേൽ വരുത്തിവച്ച അനർത്ഥങ്ങൾ കരേയായുടെ മകൻ യോഹനാനും പടത്തലവന്മാരും അറിഞ്ഞു. അവർ യോദ്ധാക്കളെയും കൂട്ടി ഇസ്മായേലിനെതിരെ പുറപ്പെട്ടു. ഗിബയോനിലുള്ള വലിയ കുളത്തിനരികെ വച്ച് അവനുമായി ഏറ്റുമുട്ടി. കരേയായുടെ പുത്രനായ യോഹനാനെയും പടത്തലവന്മാരെയും കണ്ടപ്പോൾ ഇസ്മായേലിന്റെ കൂടെയുണ്ടായിരുന്നവർ അത്യധികം സന്തോഷിച്ചു. മിസ്പായിൽ നിന്ന് തടവുകാരായി കൊണ്ടുപോയ എല്ലാവരും ഇസ്മായേലിനെ വിട്ട് കരേയായുടെ മകൻ യോഹനാനോട് ചേർന്നു. എന്നാൽ ഇസ്മായേൽ 8 പേരോടൊപ്പം യോഹനാനിൽ നിന്ന് രക്ഷപ്പെട്ട് അമ്മോന്യരുടെ അടുത്തേക്ക് ഓടിപ്പോയി. ഗദാലിയായെ വധിച്ചതിനു ശേഷം ഇസ്മായേൽ മിസ്പായിൽ നിന്ന് തടവുകാരായി കൊണ്ടുവന്ന യോദ്ധാക്കളെയും സ്ത്രീകളെയും കുട്ടികളെയും ഷണ്ടന്മാരെയും യോഹനാനും പടത്തലവന്മാരും കൂട്ടിക്കൊണ്ടുപോയി. അവർ ബെത്ലഹേമിന് സമീപം കിംഹാം താവളത്തിൽ താമസിച്ചു. ഈജിപ്തിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ദേശത്തെ ഭരണാധികാരിയായി ബാബിലോൺ രാജാവ് നിയമിച്ച ഗദാലിയായെ ഇസ്മായേൽ വധിച്ചതിനാൽ അവർ കൽദായരെ ഭയപ്പെട്ടു. ജെറമിയ അധ്യായം 42. ഈജിപ്തിലേക്ക് പലായനം. പടത്തലവന്മാരും കരേയായുടെ മകൻ യോഹനാനും ഹോഷായായുടെ മകൻ അസറിയായും വലിപ്പച്ചെറുപ്പമെന്നിയെ സകല ജനവും വന്ന് ജെറമിയ പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങളുടെ അപേക്ഷ കേട്ടാലും അവശേഷിച്ചിരിക്കുന്ന ഞങ്ങൾക്കു വേണ്ടി നിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുക. വലിയ ജനമായിരുന്ന ഞങ്ങളിൽ കുറച്ചു പേർ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ എന്ന് നീ കാണുന്നുവല്ലോ. ഞങ്ങൾ ചരിക്കേണ്ട മാർഗവും ചെയ്യേണ്ട കാര്യങ്ങളും നിന്റെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് കാണിച്ചു തരുമാറാകട്ടെ. ജെറമിയ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങളുടെ അഭ്യർത്ഥനയനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കാം. അവിടുന്ന് നൽകുന്ന മറുപടി നിങ്ങളെ അറിയിക്കാം. ഒന്നും മറച്ചു വയ്ക്കുകയില്ല. അവർ ജെറമിയായോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവ് നീ വഴി കൽപ്പിക്കുന്നതെല്ലാം ഞങ്ങൾ അനുസരിക്കാതിരുന്നാൽ അവിടുന്ന് തന്നെ ഞങ്ങൾക്കെതിരെ സത്യസന്ധനും വിശ്വസ്തനുമായ സാക്ഷിയായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ അടുത്തേക്ക് ഞങ്ങൾ നിന്നെ അയക്കുന്നു. അവിടുത്തെ കൽപ്പന ഗുണമോ ദോഷമോ ആകട്ടെ, ഞങ്ങൾ അനുസരിക്കും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചാൽ ഞങ്ങൾക്ക് ശുഭം ഭവിക്കും. 10 ദിവസം കഴിഞ്ഞ് ജെറമിയായ്ക്ക്
കർത്താവിൻ്റെ അരുളപ്പാട് ലഭിച്ചു. അവൻ കരേയായുടെ മകനായ യോഹനാനെയും പടത്തലവന്മാരെയും വലിപ്പച്ചെറുപ്പമെന്നിയെ സകല ജനത്തെയും വിളിച്ചുകൂട്ടി. അവൻ അവരോട് പറഞ്ഞു, ആരുടെ അടുക്കൽ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാൻ നിങ്ങൾ എന്നെ അയച്ചുവോ, ഇസ്രായേലിൻ്റെ ദൈവമായ ആ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഈ ദേശത്ത് തന്നെ വസിച്ചാൽ ഞാൻ നിങ്ങളെ പണിതുയർത്തും, ഇടിച്ചു തകർക്കുകയില്ല. ഞാൻ നിങ്ങളെ നട്ടു വളർത്തും, പിഴുതുകളയുകയില്ല. എന്തെന്നാൽ നിങ്ങൾക്കു വരുത്തിയ അനർത്ഥങ്ങളെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു. നിങ്ങൾ ഭയപ്പെട്ടിരുന്ന ബാബിലോൺ രാജാവിനെ ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവ് അരുളി ചെയ്യുന്നു, അവനെ നിങ്ങൾ പേടിക്കേണ്ട. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ നിങ്ങളെ അവനിൽ നിന്ന് മോചിപ്പിക്കും. ഞാൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും. അങ്ങനെ അവൻ നിങ്ങളോട് ദയാപൂർവം പെരുമാറുകയും നിങ്ങളുടെ ദേശത്തു തന്നെ വസിക്കാൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യും. എന്നാൽ ഞങ്ങൾ ഈ ദേശത്തു വസിക്കുകയില്ല, കർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കുകയുമില്ല. ഞങ്ങൾ ഈജിപ്തിലേക്ക് പോയി അവിടെ വസിക്കും. അവിടെ യുദ്ധമോ യുദ്ധകാഹളമോ ഇല്ല, ക്ഷാമം ഉണ്ടാവുകയുമില്ല എന്നു നിങ്ങൾ പറഞ്ഞാൽ, യൂദായിൽ അവശേഷിച്ചിരിക്കുന്നവരെ കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിലേക്ക് പോയി അവിടെ വസിക്കാനാണ് നിങ്ങൾ ഉറച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്ന വാൾ ഈജിപ്തിൽ വെച്ച് നിങ്ങളുടെ മേൽ പതിക്കും. നിങ്ങൾ ഭയപ്പെടുന്ന ക്ഷാമം നിങ്ങളെ വേട്ടയാടും. അവിടെ വച്ച് നിങ്ങൾ മരിക്കും. ഈജിപ്തിലേക്ക് പോയി അവിടെ വസിക്കാൻ തീരുമാനിക്കുന്ന സകലരും അവിടെ വച്ച് വാളും ക്ഷാമവും പകർച്ചവ്യാധിയും മൂലം മരിക്കും. ഞാൻ വരുത്തുന്ന അനർത്ഥങ്ങളിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല, ആരും അവശേഷിക്കുകയില്ല. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ജെറുസലേം നിവാസികളുടെ മേൽ എൻ്റെ കോപവും ക്രോധവും നിബദിച്ചതുപോലെ ഈജിപ്തിലേക്ക് പോകുന്ന നിങ്ങളുടെ മേലും എൻ്റെ ക്രോധം ഞാൻ വർഷിക്കും. നിങ്ങൾ ശാപത്തിനും വിഭ്രാന്തിക്കും ഇരയാകും, നിന്ദയ്ക്കും പരിഹാസത്തിനും പാത്രമാകും. ഇവിടം ഇനി ഒരിക്കലും നിങ്ങൾ കാണുകയില്ല. യൂദായിൽ അവശേഷിക്കുന്നവരെ, നിങ്ങൾ ഈജിപ്തിലേക്ക് പോകരുതെന്ന് കർത്താവ് കൽപ്പിക്കുന്നു. സംശയിക്കേണ്ട, വ്യക്തമായ മുന്നറിയിപ്പ് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടുന്ന് പറയുന്നതെല്ലാം ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ അനുസരിച്ച് കൊള്ളാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ അടുക്കലേക്ക് എന്നെ അയച്ചപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ മാരകമായി വഞ്ചിക്കുകയായിരുന്നു. ഇന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ വ്യക്തമായി അറിയിച്ചു. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് നിങ്ങൾ ചെവിക്കൊണ്ടില്ല. നിങ്ങളെ അറിയിക്കാൻ അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ഒരു കാര്യവും നിങ്ങൾ അനുസരിച്ചില്ല. ആകയാൽ നിങ്ങൾ ചെന്നു വസിക്കാൻ ആഗ്രഹിക്കുന്ന ദേശത്തു വച്ച് വാളും ക്ഷാമവും പകർച്ചവ്യാധിയും കൊണ്ട് നിങ്ങൾ മരിക്കുമെന്ന് ഉറച്ചുകൊള്ളുവിൻ.